വലുതോ എന്തിന്റെ ആൽപ്പാട നോക്കിയ പുലിന്റെ ആണിത്. വെൽക്കം ബാക്ക് അഗൈൻ, ദിൽഷാദാണേ. ദിൽഷാദും എൻ്റെ കൂടെ മുത്തുണ്ട്, പിന്നെ ഷാനവാസ് ഉണ്ട്, മോനുട്ടുണ്ട്. മോനുട്ട പേരെന്താ? അജിൽ കെ. ഇനീഷ്യലൊക്കെ ഉണ്ട്. പിന്നെ ഷാനവാസ് നമ്മുടെ മുത്തുവിൻ്റെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ. നമ്മൾ ഇന്നലെ മുത്തുവിൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. കൂട്ടുപോയ ഇരിട്ടി. മുത്തുവിന് എല്ലായിടത്തും അമ്മായിമാരാണ്. കൽക്കത്തയിലുണ്ട് അമ്മായി. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു അതിർത്തിമാരെ ഒരു ഇൻട്രോ എടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ കർണാടകയിലെത്തി. വെൽക്കം ടു കർണാടക. ഇത് ആണ് കൂട്ടുപുഴ പഴയ പാലം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ആർച്ച് ടൈപ്പ് പാലാണ്. പക്ഷേ ഇതിന് തൂണുകളൊന്നുമില്ല. ഈ വണ്ടിയിൽ ഇപ്പോൾ അങ്ങോട്ട് പോയത് തൂണുകളൊന്നുമില്ല. ഒരുപാട് കാലം മുന്നേ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് പാലാണ്. പക്ഷേ ഇത് കോൺക്രീറ്റ് എന്നുള്ളതിലുപരി പിന്നെ ചുണ്ണാമ്പ് കൊണ്ടും അതുപോലെ തന്നെ സുർക്ക, കോഴിമുട്ട ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പാലാണ്. തൂണില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്ര കാലമായിട്ടും ഇത് നിലനിൽക്കുന്നു. ഇതിൽ കൂടെ പണ്ട് ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കിയത് കർണാടകയിലേക്ക്. ഇപ്പോഴുണ്ട്. പിന്നെ രാത്രികാല സർവീസുകളൊക്കെ ഇതിലാണ് പോകുന്നത്. വണ്ടിക്ക് അവിടെ ഇങ്ങനെ കുത്തിതിരിച്ച് കാണാൻ നല്ല രസമാണ് പോണേ കാണാൻ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. തള്ളാണോ എന്നറിയില്ല. തള്ളാണെങ്കിൽ ഇതിൻ്റെ കൊങ്ങൊക്കെ പിടിക്കരുത്. പിന്നെ കർണാടകയിൽ എത്തി നമ്മൾ. ഈ കാണുന്ന ഈ പുഴയ്ക്ക് അപ്പുറമാണ് കേരളം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, ഈ ബോർഡറിൻ്റെ അവിടുന്ന്. ഇതുകൊണ്ട് മാത്രമേ കർണാടക ആയില്ല കേട്ടോ. കുറച്ച് 100 മീറ്റർ പോയാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം ചെക്ക് പോസ്റ്റിൽ ആട്ടിപ്പിച്ചാറ് കാട്ടിയെടുക്കണം, എന്നാലേ വിടുള്ളൂ. അങ്ങനല്ലേ? നല്ല ആയുണ്ട് കേട്ടോ താഴേക്ക്. ഒരേ സമയം ഒരു വണ്ടിക്ക് ഇതിലേ കടന്നു പോകാൻ പറ്റുള്ളൂ. കുറച്ച് വീതിയുള്ള വണ്ടിയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള ആളുകൾ പരസ്പരം സഹകരിക്കണം. ഇത് കൊടക് ഭാഗത്തു നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ്. ഏതാ നദിയെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് നദികൾ ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുപുഴ എന്നറിയപ്പെടുന്നത്. തൊട്ടപ്പുറം പുതിയൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് മൈഗ്രേഷൻ ആൾക്കാർ വരുന്നുണ്ട്. നടന്നു പോകാൻ പ്രശ്നമൊന്നുമില്ല. നടന്നു പോയപ്പോൾ നമ്മൾ കർണാടക എത്തി. ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ആ സ്ഥലങ്ങൾ. ഇരുമ്പ് പോലും ദ്രവിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായത് ഇരിട്ടി ഇരുമ്പ് പാലാണ്. അത് നമുക്ക് പോണ വഴിയിൽ കാണിക്കാം. ഇതിൽ പോലെ അങ്ങോട്ടേക്ക് തന്നെയല്ലേ? കർണാടക ഉദ്ദേശിച്ചത്. ഇത് കടന്ന കർണാടകത്തൂല. അപ്പൊ അവിടുന്ന് രണ്ടെണ്ണായത് അത് വേറെ സ്ഥലം കേട്ടോ. ഇത് കേരളം തന്നെയാണ്. രണ്ട് പോയ ചേരുന്നുണ്ട്. അതാണ് കൂട്ടുപോയ. ബാരാപ്പോൾ നാട്ടെ ഈ സ്ഥലത്തേക്ക് പറയാ. ഇവിടെ ചെറിയൊരു ഡാമുണ്ട്, ചെറിയൊരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. ആ മേലെ കാണുന്നതാണ് ഡാം. അങ്ങോട്ടേക്ക് പോകാൻ അപ്പുറത്തുകൂടി വഴിയുണ്ട് കേട്ടോ. ആ ഡാമിൽ നിന്ന് 3 പൈപ്പുകളിലായിട്ട് താഴേക്ക് വെള്ളം കടത്തി വിടുകയാണ്. താഴെ വെച്ചിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പുറം കാണുന്ന കർണാടകയാണ്. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കേരളത്തിൽ തന്നെ വന്നു. കണ്ടോ? ആ 3 പൈപ്പ് ലൈൻ ഇതാ താഴെ കൂടെ പോകുന്നുണ്ട്. അത് നേരെ പോകുന്നത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന എന്താ അതിന് പറയുക, പമ്പ് ഹൗസോ. അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് തൊട്ടപ്പുറമാണ് ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ. തൊട്ടപ്പുറത്തെ ബ്ലോക്കിൽ അങ്ങനെ ഇവിടുന്ന് വൈദ്യുതി ചെറിയ രീതിയിൽ, വലിയതൊന്നുമല്ല എന്നാലും ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനം ഉണ്ട്. പക്ഷെ ഇവിടെ ഡാമുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അറിയാണ്. കൂർഗ് ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള സ്ഥലമാട്ടോ അത് മൊത്തം. അതായത് മൊത്തം വന്യജീവി സങ്കേതമാണ് അവരെ. അതിനുള്ളിൽ കൂടെ അങ്ങ് റോഡുണ്ട് മൈസൂർ പോകാൻ വേണ്ടിയിട്ട്. കൂർഗ് ഡിസ്ട്രിക്ട്. കാട് വെട്ടുണ്ടല്ലോ മുത്തോടെ. ഇതിനപ്പുറം കർണാടക വേണം നടന്നു പോകാലോ അല്ലേ? ആനക്കെന്താ അട്ടിപ്പിച്ചാറ്. ഇതിൽ കൂടെ അങ്ങ് നടക്കാൻ വൈകിണ്ടാ കേട്ടോ. ഇതോടൊക്കെ നടക്കാൻ വഴിയുണ്ട് മേൽക്ക്. ജനറേറ്റർ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കണില്ലേ? ഒന്നാമത് ഇവിടുന്ന് ഇതാ നേരെ ഒറ്റ ഡീപ്പ് സ്ലോപ്പാണ് താഴേക്ക്. അതുതന്നെ ഇവിടെ എത്തിയതിന് ശേഷം ഈ ഒരു ബ്ലോക്കിൽ നിന്ന് പിന്നെയും ഒരൊറ്റ പോക്ക. ആ ഒരു ഫോഴ്സിലാണ് അതിൻ്റെ മോട്ടർ കറങ്ങണത്. എന്താ സെട്ടപ്പല്ലേ? ബാരാപ്പോൾ പറഞ്ഞാൽ ഈ ചിലപ്പം ഒരു കർണാട്ടിക് നെയിം ആവാൻ സാധ്യതയുണ്ട്. കാരണം മലയാളികൾ ബാരാപ്പോൾ എന്നൊരു പേരിടാൻ സാധ്യതയില്ലല്ലോ.
കർണാടക പേരാവും, കാരണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം ഇവിടെ മുഴുവൻ ബ്രിട്ടീഷ് ആധിപത്യമായിരുന്നല്ലോ, ബ്രിട്ടീഷുകാരിട്ട പേരുകളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവനും. ഇതാണ് കേട്ടോ പിന്നെ ട്രാൻസ്ഫോമേഴ്സ് അതിൻ്റെ. പക്ഷെ ഇവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് ചെങ്ങായിമാരത് ഈ കൂടെ കൊണ്ടുപോകണം, വേറെ ലൈനൊന്നും കാണുന്നില്ലല്ലോ. എടാ ഇവിടുത്തെ കറണ്ട് ഓലെ ഈ കൂടെ കൊണ്ടുപോകണേ, വായു കൂടെ കടത്തുണ്ടോ? ലൈനൊന്നും കാണുന്നില്ല. അതിന്റെ മേൽക്കെന്ന് പറഞ്ഞാൽ മുത്ത് കൊണ്ടുപോകണ്ട കേട്ടോ. ഇതന്നെ ആവും വഴി, കണ്ടിട്ട് തോന്നുന്നില്ല ഡാമിലേക്കുള്ള വഴിയാണ്. എന്നാലും പോയി നോക്കാം, ഏതായാലും പറമ്പിലെത്തും. ഒന്നില്ലെങ്കിൽ നല്ല വ്യൂ കിട്ടും, കാരണം മേൽക്കാണ് പോണത്. മുത്തുനോട് കളി ചെറിയൊരു ഇതാലേ റിസർവോർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അല്ലല്ല, വെള്ളം ഇവിടെ എത്തിക്കുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഒഴുകി വരുന്നുണ്ട്. ഇവിടെ വേറെ ഒന്നും കാണില്ലല്ലോ. ഇത് ബക്കറ്റിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് അതില് വെള്ളം വേറെ സ്ഥലത്തുനിന്ന് വരുന്നുണ്ടല്ലേ. വെള്ളം വന്നിട്ട് ഇവിടെ കെട്ടി നിർത്തുന്നുണ്ട്. ഇങ്ങോട്ടാണ് പിന്നെ ഫോഴ്സിൽ അടിക്ക് വിടുന്നത്. അതിന്റെ വെള്ളവും കാട് മൂടി. നല്ല ഫോഴ്സില് ഇതിലേക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഈ മലന്റെ മുകളിൽ നിന്ന് ഇവിടുന്ന വരുന്നേ വെള്ളം എത്ര ഫോഴ്സില്. ഇത് കനാലുണ്ടാക്കിട്ട് ഇവിടെ വെത്തിക്കാടാ. അത് ശരിയാണ്, അത് നേരെ ഇവിടെ വന്ന് നിറയും. ഇത് നിറഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നിന്നാണ് താഴേക്ക് പമ്പ് ചെയ്യണത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ മുത്തുവോ, ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങാണ് അതിൻ്റെ ഒഴുക്കില്. ഇതള്ളിട്ട് വേണോ? രഹസ്യാന്വേഷണ ഏജൻസി യാത്രയുടെ അതെന്തായാലും ഇവിടെ അറിഞ്ഞിട്ട് ഇവിടുന്ന് വിടണുള്ളൂ, ഇരുട്ടി വിടുള്ളൂ പോരെ. ഇവിടെ അറിയണല്ലോ നമുക്ക്, അല്ലെങ്കിൽ അറിയണോല് വ്യാധിയിൽ കമന്റ് ചെയ്യും. അതിനായിട്ട് മുന്നേ നമുക്കത് അറിയണം. ഇത് വീണെടുക്കല്ല കേട്ടോ സംഭവം, ഇത് സോളാർ പാനലാണ്. ചെരിച്ച് വാർത്തതാണ് അറിഞ്ഞില്ലേ, ചെരിച്ചുണ്ടാക്കിയതാ. ആ വണ്ടി പോകും ലാസ്റ്റ് വരെ പോകും. ഇതിന്റെ ഉറവിട അറിഞ്ഞിട്ട് വേറെ വർത്താനല്ലോ. സോളാർ കൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് സംഭവം. അതിന്റെ മേലൊക്കെ വെള്ളം ഓരോ നീർച്ചാലിൽ കൂടി ഒഴുകി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ ചേരുന്നില്ല. ഇത് വേറെ തന്നെ സെപ്പറേറ്റ് വരെ കനാല്. അവിടെ ഒരു ബൈക്ക് ഉണ്ട്, അവിടെ ആരോ ഉണ്ട്, പോയി നോക്കുക. ആരോ ചോദിക്കാൻ പോണ നോക്കിയാ. ഇത് നായിന്റെ അല്ല, ഇത്ര വലിയ കാല് പുലിന്റെ തന്നെയാണ്. ഉണ്ടോ വലുതോ? എന്തിന്റെ കാൽപ്പാട നോക്കിയാ? പുലിന്റെ ആണിത്. പുലിന്റെ അല്ല, കടുവന്റെ. പുലിന്റെ കാൽപ്പാട് നമ്മള് കണ്ടതാണ്. കടുവന്റെ അത് നായിന്റെ അല്ല, 3 എണ്ണം. ഇത്ര വലിയ കാലുള്ള നായിണ്ടോ? മാത്രം നായ്ക്ക് ഇത്ര ദമ്മിൽ ഇറങ്ങൂല, നായ് ഇത്ര വെയിറ്റ് വരില്ല. അതന്നെ ഇതൊക്കെ ഇവിടെ താന്നു പോയിണ്. ഇവിടെ എന്തോ നരനായിട്ട് നടന്നിന്. എന്തിനേക്ക് അടിച്ചു കൊന്നോ നായിനെ? കടിച്ചു കൊന്നു. നല്ല ആയത്തിലത്. കാരണം നമ്മൾ എന്നിട്ട് ഒരാടെ താവണില്ല കേട്ടോ. കടുവന്റെ വെയിറ്റ് 300-400 കിലോടാ. താഴെടുക്കുവോ? ആ വീടാ, അത് ചെറിയ പറ്റിയില്ലടാ. ഒരു പറഞ്ഞ താഴത്തെ വീട് ഒക്കെ എന്തിന്റെ കേടാണ് പട്ടിയെ? എന്തെങ്കിലും എൻ്റെ അടുത്ത് കിട്ടുമോ എനിക്ക്? ഈ ഏരിയ മൊത്തം ഇവൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ മേലെ കണ്ട ഫുട് പ്രിന്റ് ആർക്കാണ് തപ്പി വന്നാട്ടെ ഇങ്ങോട്ട്. ഇദ്ദേഹത്തിൻ്റെ എന്തായാലും അല്ല. മുത്തു ഒതുങ്ങടാ.
മതി. കുറെ നടന്നത് മിച്ചം. തോറ്റ് സുല്ല് അതിനോട് പറഞ്ഞു തരട്ടോ. വെള്ളത്തിന്റെ ഉറവിടം തേടി വന്നിട്ട് കടുവന്റെ ഉറവിടം തേടി പോയ അവസ്ഥയായി. എന്തായാലും ഒന്നെങ്കിൽ മേലെ എവിടെ ഒരു ഡാമുണ്ട് മുകളിൽ, അല്ലാതെ മലൻ്റെ മേളിൽ ഇത്ര അധികം വെള്ളം വരില്ല. ഓൽക്ക് ഈ വെള്ളം ശാശ്വതമാണെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇവിടെ കനാലുണ്ടാക്കിയത്. നിൽക്കാതെ വരുന്നൊരു ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഡാം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ താഴെയുള്ളൊരു വീടുണ്ട്. അവിടെ ചോദിച്ചിട്ട് ഓർക്ക് യാതൊരു ഐഡിയ ഇല്ല. വെള്ളം പോയെന്ന് വരുന്നതെന്നൊക്കെയാണ് ഓരോ പറയുന്നത്. പോയ എടുക്കണേ 100-150 മീറ്റർ താഴെ. ഈ മുത്തു സാഹസികമായി കണ്ടുപിടിച്ച് മേലൊരു ഡാമുണ്ടേ. നദി തന്നെ ഉണ്ട്. ആ ഡാമിന്റെ പേരെന്താ? ഡാമിന്റെ പേര് ഇത് കൊടുത്തിട്ടില്ല. പേരില്ലാത്തൊരു ഡാം. ഈ പ്ലാറ്റിലമലാവോ ഇനി കടുവ വന്നേ? കൊല്ലത്ത് നിന്നാ കടുവ വിടുവോ? ചോദിച്ചത് ഞാൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാണ്. ഇല്ല, പോയി ബട്ടറാ ഞാൻ പോയി. ആ നമുക്കേ നേരെ ഇരിട്ടി പോകണം. ഇരിട്ടി ടൗണ് കാണിക്കണം, പാലക്കൻ തട്ട് കാണിക്കണം, പിന്നെന്ത് കാണിക്കണം, പിന്നെ പൈതൽമല കാണിക്കണം, അത് കഴിഞ്ഞിട്ട് ഇരിക്കൂർ കാണിക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കാസർഗോഡ് കാണിക്കണം, നിലാമുറ്റം. ഇതെല്ലാം കൂടി ഇന്ന് കാണിക്കൂലേ, പതിയെ കാണിച്ചു തരാം. കൊഞ്ചം കൂട്ടുപോയത് ഒരു 9 കിലോമീറ്റർ ഇടുക്കി ടൗണിലേക്ക്. ഇരിട്ടി റോഡൊക്കെ എന്താ മൊഞ്ചി, ഇസ്തിരിട്ടമാതിരി. കർണാടക വരെ അടിപൊളിയാട്ടോ. പണ്ട് കർണാടകന്റെ അടുത്തായിരുന്നു നല്ല റോഡ്, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ കേരളം കർണാടക കഴിഞ്ഞാൽ പിന്നെ അവിടും പൊളിഞ്ഞ റോഡാണ്. പക്ഷെ കൊടക് ഡിസ്ട്രിക്ട് കഴിഞ്ഞാൽ നല്ല റോഡ് വരുന്നുണ്ട്, മൈസൂർ ബാംഗ്ലൂർ റൂട്ടില്. ആ കാര്യം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. എന്താ പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? നമ്മളെ ഇരിട്ടി പാലത്തിന് ഏകദേശം 150 മീറ്ററോളം നീളവും 3.5 മീറ്റർ വീതിയുണ്ട്. 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതിലുപരി 2 സംസ്കാരങ്ങൾ തമ്മിൽ ലയിക്കുന്നു എന്നുള്ളതാണ് ഇരിട്ടി പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരൊറ്റ റൂട്ടിലാട്ടോ പൈതൽമലയും പിന്നെ അതുപോലെ തന്നെ പാലക്കയം തട്ടും വരുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പൈതൽമല, കുടിയാൻമല, പാലക്കയം തട്ട്, പിന്നെ ഏരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. പിന്നെ അതിന്റെ മേലെ കോട ഇറങ്ങിയതുകൊണ്ട് എത്രത്തോളം വിഷ്വൽസ് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും മാക്സിമം പറ്റുന്നിടത്തോളം കാണിക്കാം. പിന്നെ മഴയും പെയ്തിട്ടുണ്ട്, അപ്പൊ ഡ്രോൺ ഷോട്ടുകളൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്തരായാലും നമുക്കൊന്ന് പോയി നോക്കാം. പോട്ടോ എന്താ ലുക്കിലേ മുത്ത് കയറി തന്നെ. പക്ഷെ റെഡ് കളർ KSRTC വല്ലാത്തൊരു മൊഞ്ചാണ് അല്ലേ? പ്രത്യേകിച്ച് റെഡ് കളർ അതാണോ? പ്രത്യേകിച്ച് ഈ മലമ്പ്രദേശങ്ങളില്. കുടിയാൻമല ട്രൈബൽ കോളനിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുണ്ട്, രാമനാട്ടിൽ ബസ്. പൊന്നാര മക്കളെ, മുത്തു പൈതൽമല എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. എവിടക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കുറെ കേറി ഇറങ്ങി ഒരു മനുഷ്യനെ എവിടെയും കാണാനില്ലേ ചോദിക്കാൻ. നമ്മൾ പിന്നെ ഇറങ്ങല്ലോ താഴത്തേക്ക്. അറിയില്ല ഇപ്പൊ റോഡ് മുതലായിട്ട് മുത്തു മോനെ തെങ്ങട അതിന്റെ മേലെ, കുന്നിന്റെ മേലെ തെങ്ങ്. ആ തെങ്ങ് മറ്റൊന്നും വണ്ടിയില്ല, അത് ഇടിയിട്ടിട്ട് പോണാണ്.
അതൊക്കെ ഇടി കൊണ്ടാണ്. ഇനി 2 കിലോമീറ്ററോ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. കേട്ടാ പൈതൽ മല കേട്ടാ നേരെ പോട്ടെ. അതില് നല്ലപോലെ കാണുന്നുണ്ട്. അത് എങ്ങോട്ടാ വെച്ചാ ഞാൻ വണ്ടി ഓട്ടാട്ടെ കൈക്ക് നോക്കിയാണ്ട് നല്ല പോലെ കാണണ്ടേ. കണ്ണൊന്നും കാണില്ല. അവിടെ പൂവന്നെ. മുന്നിൽ വണ്ടി ഉണ്ട്, അവിടെ വണ്ടി ഉണ്ട്. ഞാൻ ക്യാമറ നീ നോക്കി വണ്ടി ഓട്ടണം. അതാ ക്ലിയർ. അവിടെ വണ്ടി ഉണ്ട്. നല്ല കോടുണ്ടെങ്കിൽ 3 മണി വരെ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ. ഒരുപാട് നടക്കാണ്ട്. നിങ്ങൾ കയറ്റി വിട്ടാലും നമ്മൾ പോവില്ല. 2.5 കിലോമീറ്റർ നടക്കാണ്ട്. പൈതൽ മല ഇക്കോ ടൂറിസം ഫോറസ്റ്റ് എന്താണ് പോയിന്റ്? എന്താണ് പുറത്തൊട്ടി. പാലക്കയം തട്ടിക്ക് കയറ്റി വിടും, പക്ഷെ ഇവിടെ കയറ്റി വിടൂല. ട്രക്കിങ്ങിന് 2.5 കിലോമീറ്റർ നടക്കാണ്ട്. പിന്നെ അത് മാത്രല്ല ഓഹോ, പൈതൽ മല എന്ന നാടകത്തിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു പാലക്കയം തട്ട്. ഇതിന്റെ അവസ്ഥ എന്നാണല്ലോ അവിടെ അറിയാം. പക്ഷെ ഇവിടെ കയറ്റുന്ന പറഞ്ഞു. പക്ഷെ ഇവിടെ രാത്രി വന്നാലാണ് ഭയങ്കര വൈബ് എന്ന് ഇവിടെ ലോല് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വന്നല്ലോ കേട്ടോ. രാത്രി നമ്മൾ വന്ന് നേരം വൈകി പോയതാണ്. 5 മണി ആയിട്ടുള്ളൂ. 5 മണി ആയിട്ടുള്ളത്. വേറെ കോട ഇറങ്ങിയിട്ട് അവിടെ കുറെ ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവലെ ജീപ്പിൽ പോകണം എന്നാണ് ഓല് പറയാ. നമ്മളടുത്ത് ജീപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കയറി പോവാം. ഞാൻ അവരെന്തെങ്കിലും പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് യാത്രാക്കൂടന്റെ പേര് പറഞ്ഞോളി. കേട്ടോ, അയിമെന്താ കിട്ടുകയാണെ നിങ്ങൾ തന്നെ വാങ്ങിക്കോണ്ടി. നമ്മളെ സ്ഥലം പോകുന്നത് അവിടെ ആരും ഇല്ലേനി. ഒരാൾ എല്ലാം തലട്ട് നോക്കി ഉള്ളിൽ തന്നെ വലിച്ച് നമ്മളോട് പോരുന്നുണ്ട്. അപ്പൊ മഴ ആയതുകൊണ്ടാവും. പിന്നെ സഞ്ചാരികളും കുറവാണ്. എന്തിന് ലൈറ്റിങ് ഡേ ലൈറ്റ് ഒക്കെ പോയിട്ടോ. ബാങ്ക് കൊടുത്ത് കൊടുത്തിയപ്പോ ഇവിടുന്ന് മേൽക്ക് അതിലെന്താ കാണുന്നേ? എന്റെ മോനെ കരിങ്കല്ല്, കൂർത്ത കരിങ്കല്ല്. അതങ്ങോട്ട് അറിയില്ല. അത് ഒടിച്ചിട്ടോ. മുതലായി ഇപ്പൊ മുതലായി. ഇപ്പൊ പൈസ മുതലായി. ആടെ ഒരു വെള്ളത്തുണി ഇങ്ങനെ വിരിച്ചു കണ്ട് വീഡിയോ എടുത്താൽ മതിയനില്ലേ? ഇങ്ങോട്ട് പാലക്കയം തട്ടാണ് കറി കാണിക്കേനി. ആദ്യമായിട്ട് ഗൂഗിൾ വെച്ച് കറക്റ്റ് സ്റ്റേ ആണ് 2000. 4000 ഇല്ല, 2000 ഉള്ളൂ. 4000 വെട്ടിക്കാണ്ട് എന്തിവിടെ നിൽക്കാനോ? ഇതെന്തിനാണ് 2000 ടെന്റ് സ്റ്റേ? നേരെ പോയി കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ നേരെ പോയിക്കൂടെ? നേരെ പോയി എന്താ പോട്ടെ. അതല്ല ശരിക്കും പാലക്കയം തട്ടല്ലത്. ഇവിടെ ഇതൊക്കെ എവിടെയാണ്? വ്യൂ പോയിന്റ് എവിടെയാണ്? നടക്കണോ? വണ്ടി പോല 45 ഉറുപ്പ്യ കേട്ടോ ഒരാൾക്ക്, അഡൾട്ട്സിന്. ബുദ്ധി കൊണ്ട് കുട്ടികൾ നല്ല വലിപ്പം കൊണ്ട് ആണ് നോക്കുക. അത് കീറിയേ പൈസ എടുത്ത് വാങ്ങിട്ട് കീറി നോക്കിയിട്ട് കാര്യമില്ല. ഈ കോടമഞ്ഞിൽ ഓഹോല് എന്ത് കാണിക്കാനാണ്? അല്ല ചേച്ചി സിപ്ലയിൽ കയറിയത് എവിടെ എടുക്കാൻ പോവാന്ന് വല്ല ഐഡിയും കിട്ടുമോ? അവിടുന്ന് ഇങ്ങോട്ടാ വരണ്ടേ? അപ്പൊ ഇവിടെ അങ്ങോട്ട് പോവില്ല? ഇതെവിടെ? ഇതിന്റെ പറ്റാത്താല എവിടെയാണ്? അവിടേക്കിപ്പോ എങ്ങനെ പോവാ? ഏതാ റോഡ്? ഇവിടെ അതിനങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരിക ചെയ്യാ? ഇതിന് എത്രയാണ്? വയനാടൊക്കെ 100 ഉറുപ്പിക ഉള്ളൂ ഒറ്റയ്ക്കല്. ഈ മഞ്ഞിൽ വരുന്നോണ്ട് നിങ്ങൾ ചാർജ് കൂട്ടിയതാ?
വെറുതെ 100 റുപ്യം കൊടുത്ത്. ഇതാണ് ആ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു സാധനം. ആ ഞാൻ ഹെച്ചി കൂനുണ്ടായതാണെന്ന്. ഒരിടിക്ക് ഇത്ര കൂനുണ്ടായോ? ഇത് ഞാൻ എപ്പോഴാ കത്തുക? ഇത് വൈദ്യുതി ലൈനാ? വൈദ്യുതി ലൈന ഓൽക്ക് പോയി. അല്ല എന്താ ഇതൊന്ന് കത്തിച്ച് തരും വെച്ചേക്ക് 50 റുപ്യ തരാം. ഒറ്റ ഇടയിൽ ഓഫാക്കലും. എന്താ അവിടെ കാണിക്കുക? ഒന്നും കാണില്ല. ഒന്നും കാണാന്നല്ല ഇങ്ങോട്ട് പോയി. ആ വേറെ ഒന്നും പറയല്ല. എന്റെ മോനത് ചില്ലറ കളിയൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് നോക്ക്, അവിടെ ഉണ്ട്. ഓ ഇത് സമ്മതിച്ചു കൊടുത്ത് ദൂസറ വർത്താനല്ല. മേലെ ക്ലിയർ ആയല്ലോ. ഇതെന്താ സംഭവം? ബൾബ് പ്ലാസ്റ്റിക്കിന്റെ സാധനം അല്ലേ? ഒരുപാട് പ്ലാസ്റ്റിക് ഒരു ഒപ്പിച്ചുണ്ടാവില്ല ഇപ്പോ. ഓഹോ അതാണല്ലേ കാര്യം. ഇതാണ് ആ ഫോട്ടോ പോയിന്റ്. ഈ ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് പോവേനി നമുക്ക്. സംഗതി അവിടെയാണ് കിടക്കേണ്ടത്. ഒരുപാട് നടക്കാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ്. 2 കിലോമീറ്റർ എന്നൊക്കെ പറയുമെങ്കിലും അത്ര ഒന്നും വരില്ലെങ്കിലും കുറച്ച് നടക്കണം. മുത്തൂരവിടെ പണിക്കുന്നു ഫോട്ടോ എടുത്തു. ഇതാണ് എൻ്റെ കറക്റ്റ് റൂട്ട്. ഇതിലെ പോകണം. ശരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് വന്നാൽ നന്നായി. ഇതിൻ്റെ സ്വിച്ച് ഇവിടെ നോക്കിയാൽ എന്നാൽ കണ്ട് ഇട്ടാൽ നമുക്ക് കണ്ടു ഞാൻ പോവാം. ഇതാണോ? നമുക്ക് കയറി വയ്ക്കാം. അട്ടല്ലാന്ന് പറയപ്പെടുന്നു കേട്ടോ. എത്ര കുത്തത്തെ ഫ്രീ ഇട്ടതാണ്? ഫ്രീ കിട്ടി. എനിക്കൊന്നും ഈ പൈപ്പ് ഫ്രീ കിട്ടിയാവും. ബോൾ വലി വാങ്ങിയത് പോകും. ഇതാണ് ഇവിടുത്തെ വെറുതര. ലൈറ്റ് ഒന്നും തരാൻ പറയടോ. ചേച്ചി ചേട്ടോയ് ചേട്ട് പോലെ ലൈറ്റ് ഇട്ടിട്ട് പോകാൻ ചേട്ടുന്നു ഇവിടുന്ന്. വാ 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 ഇതിലെ എങ്ങോട്ടെങ്കിലും. പക്ഷെ ഈ ഒരു മല മുഴുവൻ ഈ ലൈറ്റ് എത്ര വലിയ പ്രൊജക്റ്റാവും ഇതില്ലേ. പക്ഷെ ഞാൻ അത്ര പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാല്. എവിടെ ഞാൻ വിചാരിച്ചു രാത്രി വല്ലേ മാല ബൾബൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ ലൈറ്റിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോഴേ മാല ബൾബൊക്കെ നോക്കിയത്. അവിടെ സോളാറിനാണ് ഇത് കത്തിന്. ഉണ്ടാ പോയിക്കോളൂ. എന്ത് നാളെ കത്തുമെങ്കിൽ നാളെ വരും. ഇങ്ങോട്ട് കണ്ടിട്ട് പോകുള്ളൂ പോരെ. ഒരു 60 ഏക്കറെങ്കിലും ലൈറ്റ് കുത്തിച്ചു അല്ലേ? ഒരു 50 ആക്കാം. ഒരു ലൈറ്റ് ഇട്ടിട്ടോ. ഞാൻ പറഞ്ഞ് സംസാരിച്ചാണ്ട് ഓരോ ലൈറ്റ് ഇല്ലോടത്ത് ഇടിപ്പിച്ചിന്. പിന്നെ അവിടെ ഒരു 3-ാം നമ്പർ ബ്ലോക്കിൽ ഒന്നും കാണില്ല. ഇങ്ങനെ ഓരോ ബ്ലോക്കിലും ഓരോ കൗണ്ടറുകളാണ്. ഈ കൗണ്ടറിൽ നിന്നാണ്, അതായത് ഇത് വല്ല തിന്നണ കായോ ചെടിയാണെന്ന് വെച്ചിട്ട് ആൾക്കാർ എടുക്കാൻ പോകണ്ടെന്ന് പറയാൻ നിൽക്കുന്ന ആൾക്കാരാണ് ആ കൗണ്ടറിലൊരു. പവർ ഹൗസ് താഴെ വേറെ ഉണ്ട്. 7 മണിക്കാണ് ലൈറ്റ് ഇടുക. ഇന്നലെ 6 മണിക്ക് ഇട്ടിനി. ഇന്നെന്ത് നമ്മൾ വന്നോണ്ടെന്ന് 7 മണിക്ക് നോക്കിയേ. ഇതേതായാലും ഞാൻ പറഞ്ഞാണ്ട് ചോപ്പ് ലൈറ്റ് ഇടിച്ചിന്. എൻ്റെ ഒരു സമാധാനത്തിന്. കുട്ടി കരയുന്നുണ്ട് കയറാൻ പെട്ടെന്നാ. ഇത് കത്തിയിട്ട് പോവുള്ളൂ ഞാൻ. 7 മണി ആയാലും 10 മണി ആയാലും. അടുത്ത കൗണ്ടർ. ഇതെപ്പോഴാ ലൈറ്റ് ഇടുക? ലൈറ്റ് എപ്പോഴാ ഇടുക? പിന്നെ ഇട്ടാലും കുറച്ച് കൈ എല്ലായിടത്തും കത്തണമെങ്കിൽ ഒരു താഴത്തെന്ന് പറഞ്ഞ് 7 മണിന്ന്. താഴത്തെന്ന് പറഞ്ഞ് 7 മണിന്ന്. ഒരു 6 മണിക്ക് ഇടാൻ പറ്റുമോ? ഞാൻ ഒരു 100 വെച്ചി. ഒരു 100 കൂടി തന്ന് 6 മണിക്ക് ഇടാൻ പറ്റുമോ? ഇതേ ഇനി അഥവാ ലൈറ്റ് ഇട്ടാലും ഇങ്ങോട്ടോക്ക് ഫൽഗു ഇങ്ങോട്ടോക്ക്. അഥവാ ലൈറ്റ് ഇട്ടാലും ഇത് കത്തിയായി വരുമ്പോത്തിന് 10 മണിയാവും. ഓരോ സ്വിച്ച് ആയിട്ടില്ല. ഈ മല മുഴുവൻ കത്തണ്ടേ? ഇനിയിപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് കാണല്ലേ. കമ്പി വേലിക്കുള്ളിൽ
പ്രവേശനമില്ല. ഈ ടൂറിസത്തിൽ എത്ര പൈസ മുടക്കിയാലും അത് വേസ്റ്റ് ആവില്ല, അതിന്റെ ഡബിളായിട്ട് തിരിച്ചു കിട്ടുള്ളൂ. ഇങ്ങനെ തന്നെ കാണാൻ രസമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കത്തരുത്, കത്തിക്കോട്ടെ, ഇത് കത്തരുതൊക്കെ പറഞ്ഞത് കാണുന്ന ആൾക്കാരുണ്ടാവും. ഇത് ലൈറ്റ് ഇട്ടിട്ട് സ്വിച്ച് ഇട്ടിട്ട് തന്നെ ഇത് കത്തുന്നില്ല. 10 മുഴുവൻ കത്തി തരാൻ, അപ്പോൾ ഇതിന് ഓഫാക്കാനാവുമല്ലോ. പക്ഷേ ഭയങ്കര വൈബ് കേട്ടോ, ഒന്നും പറയില്ല, രക്ഷയില്ല. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും എൻ്റെ പേരിലും ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും 16-ാം വാർഡിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദികൾ അറിയിച്ചു കൊള്ളുന്നു. അത് ഈ ലൈറ്റ് അല്ല, അതവിടെ ടോർച്ച് അടിച്ചു വയ്ക്കുക. ഇത് മിന്നലാ അല്ല, ഇത് ഇനി കത്തിനുണ്ടോ? ഇതെല്ലാം ഇത് കത്തിനെ കാണാൻ ചിലപ്പോൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങോട്ട് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസും തരും, അത് വെച്ചവർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നീ ചോദിച്ചു നോക്കവാ. മുത്തു അതിന്റെ വേരുകളൊക്കെ ഉണ്ട്, ലൈറ്റ് മാത്രല്ല, എന്താ വേരൊക്കെ ഉണ്ട്. ഇനി കത്താണ്ട് കുറച്ചുകൂടി ഇപ്പൊ 20 ഉറുപ്പ്യക്കുള്ള ആയിട്ടുള്ളൂ. എനിക്ക് നീരാളിന്റെ കാലം അല്ലേ. റിമോട്ടോട് നെക്കിയാലേ കത്തുള്ളൂ. അങ്ങനെ ഉണ്ട്. ഇത് ഇനി കൂടുതൽ കത്തും. ഇത് കുറച്ചുകൂടി ടൈം എടുക്കും, നല്ല കത്തി വരാം അല്ലേ. ആ ഇത് ഈ പോകുന്ന കേബിൾ എന്താ അതിന്റെ ഇടയിൽ കൂടെ? ഫൈബർ അല്ലേ. അപ്പൊ അത്ര കറണ്ടിന്റെ പ്രശ്നം വരില്ല അല്ലേ. ഇതിപ്പോ കത്തുന്നുണ്ടല്ലോ, പിന്നെ റിമോട്ടിൽ എന്താക്കുന്നു? ഇപ്പൊ 1.5 ലക്ഷം ലൈറ്റ് കത്തിയോ? ഇതോ 97,348 ലൈറ്റ് കത്തി. ഇനി ബാക്കി കത്താണ്ട് അതില് കാണുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞ കജി വിശ്വസിക്കാൻ വെക്കണം. ഇവിടെയൊക്കെ ലൈറ്റ് കുറവാ, അതാണ് ഒപ്പിക്കൽ ഫൈബർ. ഒപ്പിച്ചൊപ്പിച്ച് ഇവിടേക്കൊക്കെ ഒപ്പിച്ചൊക്കെയാണ്. അയ്യാ, 1/2 മണിക്കൂറാവും മൊത്തം കത്തി വരാൻ. എന്നാ പോയി ചായ അടിച്ചെന്നാലോ? ചായ അടിച്ച പിന്നീട് കേട്ടൂല. അപ്പൊ അതായ രസമുണ്ടല്ലേ. ഇതിൽ ചില ബൾബൊക്കെ കത്താത്തുണ്ട്. താപ്പത് മുഖ്യമന്ത്രി രാജിവെക്കണം. 2 ബോൾ കീസായിട്ട് പോയാലോ, പെരെ പോയി കത്തിച്ച് നോക്കാം. ആ കത്തി ഇതാടാ, വോയിസ് ഡിറ്റക്ടറാണ്. നമ്മൾ കത്തുന്നില്ല, കപ്പ കത്തു എടാ. ഇരിക്കൂറാണ് നമ്മള്. പിന്നെ ഇരിക്കൂറ് കുറച്ച് നേരം വൈകി എത്തിയപ്പോൾ നാളെ നമുക്ക് കിട്ടണില്ലല്ലോ സ്ഥലത്തിൻ്റെ പേര്, ആലക്കോട് ഒക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇരിക്കൂറെ കാണാം. ബൈ.